ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ക്ലാസ് 52, പേജ് 45. തയമ്മുമിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലാ യതയമ്മമു, തയമ്മം ചെയ്യാൻ പാടില്ല. ഇല്ലാ വഖത്ത ഗസിലി അലീലിഹി, അവൻ്റെ രോഗ അവയവം ഏതാണോ ആ അവയവത്തെ കഴുകുന്ന സമയത്തല്ലാതെ തയമ്മം ചെയ്യാൻ പാടില്ല. വുളുവിൻ്റെ അവയവങ്ങളിൽ ഏതോ ഒരു അവയവത്തിന് രോഗമാണ്, പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുള്ള കഴുകൽ നടക്കൂല. അവിടെ വുളു ചെയ്യുന്നതിൻ്റെ ആരംഭത്തിൽ തന്നെ തയമ്മം ചെയ്ത് വെക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ വുളു കഴിഞ്ഞിട്ട് മൊത്തം കഴിഞ്ഞിട്ട് അവസാനം തയമ്മം ചെയ്താൽ മതിയോ? അപ്പോൾ പറയാണ് പറ്റൂല. ഈ പ്രശ്നമുള്ള അവയവം ഏതാണോ അത് കഴുകുന്ന സമയത്താണ് തയമ്മം ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ അവിടെ ആ അവയവത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കഴുകാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അത് കഴുകണം. എന്നിട്ട് ബാക്കിയുള്ളതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തയമ്മം ചെയ്യേണ്ടത്. അപ്പം ആ പ്രശ്നമുള്ള അവയവത്തിൻ്റെ അവിടെ എത്തണം, അതിൻ്റെ ഊഴമെത്തണം. അപ്പോഴാണ് തയമ്മത്തിൻ്റെ സ്ഥലം. വലാ യന്തക്കിലുമിൻ ഉദുവിൻ, ഒരവയവത്തിൽ നിന്ന് അവൻ നീങ്ങാൻ പാടില്ല. ഇല്ലാ ബഅദ തസ്മീമിഹി ഗസ്ലൻ വ തയമ്മുമൻ, ആ അവയവത്തിൻ്റെ കഴുകലും തയമ്മും ചെയ്യലും രണ്ടും പൂർത്തീകരിച്ചതിൻ്റെ ശേഷമല്ലാതെ ആ അവയവത്തിൽ നിന്ന് മുന്നോട്ട് നീങ്ങാൻ പാടില്ല. അപ്പോഴാണല്ലോ അവയവങ്ങളുടെ ഇടയിൽ ക്രമീകരണം എന്നുള്ളത് വരുള്ളൂ. വുളുവിൻ്റെ അവയവങ്ങൾക്കിടയിൽ ക്രമീകരണം എന്നത് നിർബന്ധമാണ്. ആദ്യം മുഖം കഴുകണം, പിന്നീട് കയ്യ്, പിന്നീട് തല തടകൽ, പിന്നീട് കാല് കഴുകൽ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് അവയവമാണോ പ്രശ്നമുള്ളത് അവിടെ എത്തിയിട്ട് അതിൻ്റെ കഴുകലും അതിൻ്റെ തയമ്മും തീർക്കണം. അവിടെ കഴുകാൻ പറ്റുന്ന ഏരിയ കഴുകണം, അല്ലാത്തതിനു വേണ്ടി തയമ്മം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്ത അവയവത്തിലേക്ക് മാറണം. അങ്ങനെയാണ് വേണ്ടത്. വലാ തർത്തീബ ബൈനഹുമാ, ഈ പറയപ്പെടുന്ന അവയവത്തിൻ്റെ ഊഴമെത്തിയാൽ അവിടെ രണ്ട് കാര്യം ചെയ്യണമല്ലോ. കഴുകാൻ പറ്റുന്നത് കഴുകണം, തയമ്മം ചെയ്യണം പറ്റാത്ത ഭാഗത്തിന് വേണ്ടി. ആ രണ്ട് വിഷയങ്ങളുണ്ട്. അതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? തയമ്മുമാണോ കഴുകലാണോ? അപ്പോൾ പറയാണ് അവിടെ തർത്തീബ് നിർബന്ധമില്ല. ക്രമം പാലിക്കൽ നിർബന്ധമല്ല, ഇഷ്ടം പോലെ ചെയ്യാം. ലാക്കിൻ പക്ഷേ അൽ അഫ്ളലു, ഏറ്റവും നല്ലത് തഖ്ദീമു തയമ്മുമി, തയമ്മും ആദ്യം ചെയ്യലാണ്. എന്തിനാ? ലി ഉസീലൽ മാഉ അസറത്തുറാബി, വെള്ളം പിന്നാലെ ഉപയോഗിക്കുമ്പോൾ ഈ മണ്ണിൻ്റേതായ പാട് അവിടെ ഉണ്ടാവുമല്ലോ, അതങ്ങോട്ട് നീങ്ങിപ്പോവുമല്ലോ, അതിനു വേണ്ടി. അതായത് ഇപ്പോൾ നമ്മുടെ ഒരാളുടെ കയ്യിലാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ആ കയ്യിൻ്റെ ഊഴമെത്തി. അപ്പോൾ ആ കയ്യിൻ്റെ കുറച്ച് ഭാഗം കഴുകണം. കാരണം കുഴപ്പമില്ലാത്തത് കുറച്ച് ഭാഗത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്, കംപ്ലൈൻ്റാണ്, അല്ലെങ്കിൽ എന്തോ മുറിവിൻ്റെ പേരിൽ പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യം ആ അവയവത്തിന് വേണ്ടി തയമ്മും ചെയ്യണം. തയമ്മും ചെയ്തതിന് ശേഷം പിന്നീട് അവിടെയുള്ള നല്ല ഭാഗം, കുഴപ്പമില്ലാത്ത ഭാഗം കഴുകണം. അപ്പോൾ തയമ്മും ചെയ്തതിന് ശേഷം കഴുകുമ്പോൾ ഈ തയമ്മും ചെയ്യൽ കൊണ്ട് ഉണ്ടായ ആ മണ്ണിൻ്റെ പാട് ഈ വെള്ളത്തിലൂടെ പോയിക്കോളൂലോ. കുല്ലുഹാദ, ഇതുവരെ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഫിൽ മുത്തവല്ലി, ഒതു എടുക്കുന്ന ആളുടെ കാര്യത്തിലാണ് നമ്മൾ ഇതുവരെ ഈ ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതും കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയണത്. രോഗം മുഖത്ത് മൊത്തമുണ്ട്, അല്ലെങ്കിൽ മുഖത്തും രണ്ട് കയ്യിലുമുണ്ട്, അല്ലെങ്കിൽ വുളൂഇൻ്റെ എല്ലാ അവയവങ്ങളിലും ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു, വേറിട്ട് പറഞ്ഞു. ഈ പറഞ്ഞ രൂപങ്ങളിലൊക്കെ ഒരു തയമ്മം ചെയ്യണം. തല അല്ലാത്ത അവയവങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുഖത്തുണ്ട്, രണ്ട് കയ്യിലുണ്ട്, രണ്ട് കാലിലുണ്ട് പ്രശ്നങ്ങൾ, പരിക്ക്, എങ്കിൽ രണ്ട് തയമ്മും ചെയ്യണം എന്ന് ഈ പറഞ്ഞതായ മസാലകളൊക്കെ ഇതുവരെ വിശദീകരിച്ചത്. ഇതൊക്കെ വുളു എടുക്കുന്ന ആളുടെ കാര്യത്തിലാണ് ഈ പറഞ്ഞത്. അമ്മൽ മുഗ്തസിലു, ഒരു കുളിക്കുന്ന വ്യക്തി, ഫയക്ഫീഹി തയമ്മുമുൻ വാഹിദുൻ, അവന് ഒരു തയമ്മും മതി ആകെ.
വലൗ തഅദ്ദദത്ത് അഅ്ളാഉൽ ഇല്ലത്തി, രോഗ അവയവങ്ങൾ എണ്ണമായാലും ശരി. പ്രശ്നമുള്ള രോഗമുള്ള അവയവങ്ങൾ ഒന്നല്ല, പലതുണ്ട്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിലും ശരി, ഒരു തയമ്മും മതി കുളിക്കുന്നയാൾക്ക്. കാരണം കുളി എന്നതിൻ്റെ 6-ാം നമ്പർ അടിയിൽ ഫഇന്ന ജമീ അൽ ബദനി ഉളുവുൻ വാഹിദുൻ ലിൽ ഗുസ്ലി, കുളിക്ക് ഒരേ ഒരു അവയവമേ ഉള്ളൂ. അതേതാണ് ആ അവയവം? ശരീരമാസകലം. ഒറ്റ അവയവമുള്ളൂ കുളിക്ക്. ശരീരം മൊത്തം എന്ന ഒരവയവം, വേറൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത്, ഏത് ഭാഗത്തൊക്കെ പരിക്കുണ്ടെങ്കിലും ശരി, കുളിയുടെ പേരിൽ ഒരു തയമം ചെയ്താൽ മതി. അപ്പം ആദ്യം ഒരു തയമങ്ങ് ചെയ്യുക, എന്നിട്ട് കുളിക്കുമ്പോൾ പറ്റാവുന്ന സ്ഥലം മൊത്തം അങ്ങോട്ട് കഴുകുക. അപ്പം സംഗതി കഴിഞ്ഞു വന്നു. വലാ തർത്തീബ, ഇവിടെയും ക്രമീകരണം നിർബന്ധമില്ല. ബൈന തയമുമി, തയമ്മുമാണോ വ ഗസ്ലി സ്വഹീഹി, ശരീരത്തിൻ്റെ കേടില്ലാത്ത ഭാഗങ്ങൾ കഴുകല്, തയമ്മം ചെയ്യല്, ഈ രണ്ട് വിഷയങ്ങളിൽ തർത്തീബ്, ക്രമം പാലിക്കൽ നിർബന്ധമില്ല. ഗസ്ലി സ്വഹീഹി മിൻ ബദനിഹി, ശരീരത്തിൻ്റെ കേടില്ലാത്ത ഭാഗം കഴുകുക, തയമ്മം ചെയ്യുക, രണ്ട് കാര്യം ചെയ്യണ്ടേ. അതിൽ ക്രമീകരണം നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ ഇന്നതാദ്യം ചെയ്യണം എന്നില്ല. ലാക്കിൻ പക്ഷേ അല്ലൗലാലഹു, അവൻ ഏറ്റവും നല്ലത് തഖ്ദീമു തയമ്മുമി, തയമ്മും ആദ്യം ചെയ്യലാണ്. കാരണം ലിമാ ദുക്കിറ, മേൽ പറയപ്പെട്ടതിന് വേണ്ടി. മേൽ പറയപ്പെട്ടത് പറഞ്ഞാൽ ഒളൂൻ്റെ ഒരവയവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു എന്ത്? ആദ്യം തയമ്മും ചെയ്തിട്ട് പിന്നീട് കഴുകുമ്പോൾ ഈ മണ്ണിൻ്റെ അടയാളം, പാട്, ആ ശേഷിപ്പ് ഈ വെള്ളത്തിലൂടെ ഇല്ലാതെയായിക്കോളും എന്ന് പറഞ്ഞില്ലേ? അത് തന്നെ കുളിയുടെ കാര്യത്തിലും പറയാനുള്ളത്. അടുത്തത് അത്തയമ്മുമു വൽ ഇആദത്തു എന്ന വിഷയമാണ്. തയമ്മുമും മടക്കലും എന്നതാണ്. എന്ന് പറഞ്ഞാൽ തയമ്മും ചെയ്ത് നിസ്കരിക്കുന്നു, ആ നിസ്കാരം മടക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ അതേതൊക്കെയാണ്? മൗദിഉൽ ഇല്ലത്തി, രോഗത്തിൻ്റെ സ്ഥലം. 46-ാം പേജാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. രോഗമുള്ള സ്ഥലം ഇല്ലം യക്കുൻ അലൈഹി സാത്തിറുൻ, ആ രോഗമുള്ള സ്ഥലത്ത് മറയൊന്നും ഇല്ല എങ്കിൽ, അങ്ങനെ മറയായിട്ടൊന്നും വെച്ച് കെട്ടിയിട്ടില്ല എങ്കിൽ, ആ യജിബു മസ്ഹുഹു ബിൽ മായി, ആ മറയില്ലാത്ത നമ്മുടെ ഈ കേടുള്ള ഭാഗം അതിനെ വെള്ളം കൊണ്ട് തടകല് നിർബന്ധമില്ല. ബൽ യജിബു ബി തുറാബി, മണ്ണ് കൊണ്ട് തടകൽ നിർബന്ധമാണ്. എപ്പോൾ? തയമ്മുമിൻ്റെ അവയവമായ മുഖത്തോ രണ്ട് കൈയിലോ ആണ് ഈ രോഗപ്രശ്നം ഉള്ളതെങ്കിൽ, മുഖത്തോ രണ്ട് കൈയിലോ ആണ് ഈ രോഗം വന്നിരിക്കുന്നത്, അഥവാ ഈ മുറിവ് സംഭവിച്ചിരിക്കുന്നത്, വെള്ളം തൊടാത്ത സ്ഥലം, അങ്ങനെയാണെങ്കിൽ അവിടെ മണ്ണ് കൊണ്ട് അതിൻ്റെ മേലെ തടകിപ്പോണം. വെള്ളം കൊണ്ട് തടകൽ നിർബന്ധമില്ല. കാരണം വെള്ളം തൊടാൻ പറ്റൂല എന്നതാണല്ലോ പ്രശ്നം. ഇത് മറ വെച്ച് കെട്ടിയിട്ടില്ലാത്ത കാര്യമാണ് നമ്മൾ ഈ പറയണം. മണ്ണ് കൊണ്ട് തടകണം എപ്പോൾ? ഇതാ അംകന, അത് സാധ്യമാണെങ്കിൽ മണ്ണ് കൊണ്ട് തടകണം. സാധ്യമല്ലെങ്കിൽ ചെയ്യൊന്നും വേണ്ട. വെള്ളം തൊടാൻ പറ്റൂല, മണ്ണും തൊടാൻ പറ്റൂല, അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ മുറിവ് ഇങ്ങനെ ഉണ്ട്, അവിടെ മണ്ണും തൊടാൻ പറ്റൂല. ഇനി പറയാണ് ഇനി ഹിത്താജ ഇല സാത്തിരിൻ, മറയിലേക്ക് ആവശ്യം വന്നാൽ, ഈ മുറിവുള്ള സ്ഥലത്ത് ഒരു മറ വെച്ച് കെട്ടേണ്ട ആവശ്യം വന്നു. മറ വെച്ച് കെട്ടൽ അത് പല നിലയിലുണ്ട്. അതിൻ്റെ അടിയിൽ 2-ാം നമ്പറൊക്കെ നോക്കിയാൽ ഉസ്താദ് വിവിധ രൂപങ്ങൾ വിശദീകരിച്ചത് കാണാം. സ്പ്ലിൻറ്റ്, പ്ലാസ്റ്റർ, ബാൻഡേജ്, പൗഡർ, ഓയിൻമെൻറ്റ്, അങ്ങനെയൊക്കെ വിവിധ വിശദീകരണങ്ങൾ ഉസ്താദ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റർ, ബാൻഡേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, അത് നമ്മൾ അവിടെ
വെച്ച് ഓരോന്നിങ്ങനെ അവിടെ സ്ഥാപിക്കലാണ്, കെട്ടലാണ്, പിടിപ്പിക്കലാണ്. അതേ സമയത്ത് ചിലപ്പോൾ ആ ഏരിയയിൽ ആ മുറിവിൻ്റെ മേലെ പൗഡർ ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് തേച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതൊരു മറയായിട്ടാണ് കണക്കാക്കണം നമ്മൾ. അവിടെ ആ മുറിവിൻ്റെ മേലുള്ള പ്ലാസ്റ്റർ പോലെയുള്ള ബാൻഡേജ് പോലെയുള്ള ഒരു മറ തന്നെയാണ് ഈ പൗഡറും ഓയിൽമെൻറ്റൊക്കെ. അപ്പം അങ്ങനെ ഒരു മറ വേണ്ടി വന്നാൽ വജബ വദഉഹു അലാ തുഹുരിൻ കാമിലിൻ, ആ മറ വെച്ച് അവിടെ പിടിപ്പിക്കുമ്പോൾ, ഈ മറ അതിൽ സംവിധാനിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ ശുദ്ധി ഉണ്ടാകേണ്ടതാണ്. അഥവാ ശരിക്കും നമ്മൾ ഒളൂ ചെയ്യണം, ഒളൂ ചെയ്തിട്ടാണ് അത് വെക്കേണ്ടത്. എന്നിട്ടോ വനസുഹു ഇന്ദ ത്വഹാറത്തി, ഓരോ ഒളൂ ചെയ്യുന്ന സമയത്തും ആ വെച്ചിരിക്കുന്ന മറയെ നമ്മൾ ഊരണം. അവിടെ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന ആ വസ്തുവിനെ നമ്മൾ ഊരലും നിർബന്ധമാണ്. മാലം യഹഫ് മഹദൂറൻ, അത് ഒരു പ്രശ്നത്തെ നമ്മൾ അതുകൊണ്ട് പേടിക്കുന്നില്ല എങ്കിൽ. എന്തിനാണ് നമ്മളത് ഊരുന്നത്? അടിയിൽ 3-ാം നമ്പറിൽ കാണാം, ലി ഗസ്ലി മാ തഹ്തഹു ഔ മസ്ഹിഹി ബിത്തുറാബി ഇന്ദ തയമ്മുമി. ആ മറവച്ച് കെട്ടിയ ആ മറയുടെ അടിഭാഗം ഒന്നുകിൽ കഴുകണം, അല്ലെങ്കിൽ തയമ്മുമിൻ്റെ സമയത്ത് മണ്ണ് കൊണ്ട് തടകണം. അതിനു വേണ്ടിയാണ് ഈ ഊരണം എന്ന് പറയുന്നത്. മുറിവിൻ്റെ മേലെ വെച്ച് കെട്ടിയിരിക്കുന്ന മറയെ നമ്മൾ അഴിക്കണമെന്ന്. നമ്മൾ മറ വെച്ചിരിക്കുകയാണ്, എന്നിട്ട് നമ്മളതിനെ അഴിക്കണം ഓരോ വുളൂ ചെയ്യുന്ന സമയത്തും. എന്നിട്ട് പറയണത് അതുകൊണ്ട് ബുദ്ധിമുട്ടിനെ പേടിക്കുന്നില്ലെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കൈക്കൊക്കെ പരിക്ക് പറ്റി പ്ലാസ്റ്റർ ഇടുമ്പോൾ ആ പ്ലാസ്റ്റർ നമ്മൾ ഓരോ വക്കത്ത് ഒളൂ ചെയ്യുമ്പോൾ അഴിക്കൽ എന്നുള്ളത് ചെയ്യാറില്ല, ചെയ്യാൻ പറ്റുകയില്ല. കാരണം അവിടെ നമ്മൾ മഹദൂറിനെ പേടിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ശുദ്ധീകരണത്തിന് വേണ്ടി ഇതൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയപ്പെടുന്ന ആ ചികിത്സയുടെ ഫലമൊന്നും ഉണ്ടാകാൻ പോണില്ല. അതൊരു പേടിയുള്ള പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല, അഴിക്കേണ്ടതില്ല. പ്രശ്നം പേടിക്കുന്നില്ലെങ്കിൽ അഴിക്കാനാ പറഞ്ഞത്. അപ്പോൾ പേടിയുണ്ടെങ്കിൽ അഴിക്കണ്ട. അതാണ് ഉടനെ പറയണത്. ഫൈൻ ഖാഫ, മറവച്ച് കെട്ടിയിട്ടുണ്ട്, ഒളുവിൻ്റെ സമയങ്ങളിലൊക്കെ അത് അഴിക്കൽ എന്ന് പറയണത് അതുകൊണ്ട് അതിലൂടെ നമുക്ക് പേടിയുണ്ട്. എന്ന് പറഞ്ഞാൽ രോഗം മാറുമൊന്നുമില്ല, പ്രശ്നം തീരൂല എന്ന് പേടിയുണ്ട് എങ്കിൽ വജബ മസഹുഹു ബിൽ മായി, ആ മറയുടെ മേലെ വെള്ളം കൊണ്ട് തടകൽ നിർബന്ധമാണ്. വല യജിബു ബി തുറാബി, മണ്ണ് കൊണ്ട് തടകൽ നിർബന്ധമില്ല. ഇപ്പം കയ്യിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുമ്പോൾ കയ്യാണല്ലോ അവയവം, അപ്പോൾ അവിടെ തയമ്മുമിൻ്റെ അവയവമാണല്ലോ അത്. അപ്പം തയമ്മുമിൻ്റെ അവയവമാകുമ്പോൾ തയമ്മം ചെയ്യുന്നത് മണ്ണ് കൊണ്ട്, ആ മണ്ണ് ഈ പ്ലാസ്റ്ററിൻ്റെ മേലയിലൂടെ നമ്മൾ ഓടിക്കണോ? പ്ലാസ്റ്റർ മണ്ണ് കൊണ്ട് തടകണോ? വേണ്ട. എന്നാൽ വെള്ളം കൊണ്ട് ആ മറയുടെ മേലെ തടകൽ നിർബന്ധമാണ്. വെള്ളം കൊണ്ട് തടകൽ നിർബന്ധമാണ്. ഇപ്പോൾ കയ്യിലും മറ്റും അവയവങ്ങളിൽ പ്ലാസ്റ്റർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി കുറേ രൂപങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആ രൂപങ്ങളിലെല്ലാം നിസ്കാരം നമ്മൾ തൽക്കാലം തയമ്മും ചെയ്ത് സാധ്യമായതൊക്കെ കഴുകി നമ്മൾ നിസ്കരിക്കണം. എന്നാൽ ആ നിസ്കാരം പിന്നീട് മടക്കുകയും വേണം. അതിൻ്റെ കുറേ രൂപങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇനി അതാണ് അടുത്ത ചർച്ച. അല്ലാഹു തആല പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ.